യേശുക്രിസ്തുവിൽ പ്രിയരെ, ലൈഫ് ഇൻ ക്രൈസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഈ എപ്പിസോഡ് കാണുവാൻ സാധിക്കാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും എപ്പിസോഡ് കാണുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ആശ്രയിച്ച് ഗ്രഹിക്കാൻ പോകുന്ന വചനഭാഗം പരിശുദ്ധാത്മാവിൽ അതെല്ലാവരുടെയും ഉള്ളത്തിൽ ജീവനായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. നമുക്കറിയാം, ഈ വചനം എഴുതിയ എഴുത്തുകാരൻ ജെറുസലേം സഭയിലെ അധ്യക്ഷനും മൂപ്പനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരനുമായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് ആർക്കാണ് ഈ ലേഖനം യാക്കോബ് എഴുതിയത്? പാലസ്തീന് പുറത്ത് ജാതികളുടെ ഇടയിൽ പാർക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ക്രിസ്ത്യാനികൾക്കും എല്ലായിടവുമുള്ള ക്രിസ്ത്യാനികൾക്കുമായി എഴുതിയിരിക്കുന്ന ലേഖനമാണിത്. എഴുതിയ കാലഘട്ടം ഏതാണ്ട് AD 49. ഹല്ലേലൂയ. ഇത് എഴുതുന്നതിന്റെ പശ്ചാത്തലം ജെറുസലേം സഭയിലെ അംഗങ്ങളായിരുന്നവരും പീഡനത്തിലൂടെ കടന്നുപോകാൻ ഇടയായവരുമായ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള യാക്കോബിനുണ്ടായിരുന്ന ഉത്കണ്ഠയാണ് ഈ എഴുത്തിൽ പ്രധാനമായി പ്രതിഫലിക്കുന്നത്. നമുക്ക് ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഇറങ്ങാം. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഒന്നും കൂടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. POC ബൈബിളിലാണ് നമ്മൾ ഇപ്പോഴത് വായിച്ചു കേട്ടത്. ESV എഡിഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ശരിയായ കാര്യം അറിയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ESV ആണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ശരിയായ കാര്യം അറിയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ്. ഹല്ലേലൂയ. NIV-യിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആരെങ്കിലും തങ്ങൾ ചെയ്യേണ്ട നന്മ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ അത് അവർക്ക് പാപമാണ്. ആരെങ്കിലും തങ്ങൾ ചെയ്യേണ്ട നന്മ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ അത് അവർക്ക് പാപമാണ്. NLT-യിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓർക്കുക, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഹല്ലേലൂയ. ഓർക്കുക, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ഈ വചനവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, നമ്മെ തന്നെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും, അത് പാപമായി, അത് പാപമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൽപ്രവർത്തികളെ കുറിച്ചാണ്, ചെയ്യേണ്ട നന്മയെ കുറിച്ചാണ്, നല്ല പ്രവൃത്തികളെ കുറിച്ചാണ്. പക്ഷെ ഇതിനകത്ത് പലതരത്തിലുള്ള പഠിപ്പിക്കലുകളുണ്ട്. അതിലൊന്ന്, ചില കൂട്ടായ്മകൾ, ചില സഭകൾ പഠിപ്പിക്കുന്നത് രക്ഷ ലഭിക്കുവാൻ സൽപ്രവർത്തികൾ ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷ ലഭിക്കുവാൻ സൽപ്രവർത്തികൾ ഒരു കാരണമാകുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതൽ ഞാൻ സൽപ്രവർത്തികൾ ചെയ്താൽ എനിക്ക് രക്ഷ ലഭിക്കും എന്ന ചിന്ത കിടപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന കാത്തലിക് കൂട്ടായ്മയിൽ നിന്ന്, സഭയിൽ നിന്ന്, ധ്യാനത്തിൽ നിന്നെല്ലാം ഞാനും എൻ്റെ ഉള്ളിൽ പഠിച്ച ഒരു കാര്യം, സൽപ്രവർത്തികൾ ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ പ്രൈസ് ദി ലോർഡ്, രക്ഷ അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും രക്ഷ കിട്ടാൻ വേണ്ടി
ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ തന്നെ ദണ്ഡിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8-9 തിരുവചനം. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 തിരുവചനം. ഹല്ലേലൂയ. വിശ്വാസം വഴി കൃപയിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഒരുവന് രക്ഷ ലഭിക്കുന്നത് സൽപ്രവർത്തികളിലൂടെ അല്ല, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. ഒരുവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് അവന്റെ പ്രവൃത്തികൾ മൂലമല്ല, വിശ്വാസത്താൽ. സൗജന്യ ദാനമായ കൃപ, യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട കൃപ അവന് ലഭിക്കുകയും അതുവഴി അവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അർത്ഥം, കൃപയെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യതയില്ലാതിരുന്നിട്ടും അർഹതയില്ലാതിരുന്നിട്ടും നമ്മളെ അർഹതയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രൂശിലെ യാഗത്തിലൂടെ നമുക്ക് തന്ന ആ നന്മയെ, അനുഗ്രഹത്തെ, രക്ഷയെയാണ് കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ കൃപ വന്നത് യേശുവിന്റെ വചനം നമ്മൾ കേട്ടപ്പോൾ, നമ്മളത് വിശ്വസിച്ചപ്പോൾ, ആ വിശ്വാസം പോലും ദാനമായി നമ്മിലേക്ക് വന്നപ്പോൾ നമുക്ക് രക്ഷ ലഭിച്ചു. ഒരിക്കൽ കൂടി 8-ാം വാക്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. അപ്പൊ നമുക്ക് രക്ഷ നേടിയെടുക്കാൻ സാധ്യമല്ല. ആരെങ്കിലും വിചാരിക്കുകയാണ് കുരിശുമല കയറിയാ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കേരളത്തിലുള്ള മിക്കവാറും കുരിശുമലയൊക്കെ കയറിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വാഗമണിലുള്ള ഒരു കുരിശുമലയില് 2-3 പ്രാവശ്യം കയറിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു വട്ടം കയറിയാൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇറങ്ങി വന്നു, ഒരു പ്രാവശ്യം 2 മാസം കഴിഞ്ഞാട്ട് ഇറങ്ങി വന്നത്. ആ 2 മാസം അവിടെ പ്രാർത്ഥനയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിനെ ഭരിക്കുന്നത് എന്താ? മനസ്സിലുള്ള തെറ്റായ അറിവെന്താ? ആ പ്രവൃത്തിയിലൂടെ എനിക്ക് രക്ഷ കിട്ടുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ സൽപ്രവർത്തികളൊന്നും ഒരു കാരണമല്ല. എന്നിട്ട് പറയാണ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ്, തികച്ചും ദാനമാണ്. ദാനം എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ടാ. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ വഴി നമുക്ക് ദൈവം രക്ഷ തരികയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. ദാനമായിട്ടാണ് നമുക്ക് ദൈവം രക്ഷ തരുന്നത്. ഹല്ലേലൂയ. അടുത്തത്, അത് പ്രവൃത്തികളുടെ ഫലമല്ല. 9-ാം വാക്യം. അത് പ്രവൃത്തികളുടെ ഫലമല്ല. രക്ഷ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യമല്ല. പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ ചെയ്തതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല രക്ഷ. ഇത് നമ്മളിലുള്ള തെറ്റായ സങ്കല്പത്തെ ഈ വചനം യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ വളർന്നിരിക്കുന്ന തെറ്റായ അറിവിലൂടെ വന്നിരിക്കുന്ന പല സങ്കല്പങ്ങളുണ്ട്. അത് പലപ്പോഴും അഴിയാത്തത് കൊണ്ട് നമ്മൾ അത് തന്നെ ചിന്തിക്കുകയും അത് തന്നെ വിശ്വസിക്കുകയും അത് തന്നെ പറയുകയും അതിൻ പ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ അപ്രകാരം പണിയപ്പെട്ടിരിക്കുന്ന തെറ്റായ സങ്കല്പങ്ങൾ യേശുവിന്റെ നാമത്തിൽ വചനത്താൽ ഇടിച്ചു വീഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ നമുക്ക് അഹങ്കരിക്കാനില്ല. കാരണം നമ്മുടെ ശ്രമം കൊണ്ടല്ല അത് കിട്ടിയത്, നമുക്ക് ദാനമായി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, സൽപ്രവൃത്തികൾക്ക് ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റായ കാര്യങ്ങൾക്ക് പകരം വെക്കാനാവില്ല. ആയിരക്കണക്കിന് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ലക്ഷക്കണക്കിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ ചെയ്ത ഒരു പാപത്തിന് പോലും പ്രതിഫലം നൽകുവാൻ ആ പ്രവർത്തികൾക്ക് കാരണം ആകില്ല. നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത വീഴ്ചകൾ, കുറവുകൾ, പാപങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാനും നമുക്ക് സാധ്യമല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഇതൊരു തെറ്റായ സങ്കല്പമാണ്. ഇത് അനേക സഭകൾ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് അല്ലേ കത്തോലിക്ക സഭയിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത പാപത്തിന് നിങ്ങൾ ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് കിട്ടും? പരിഹാരം. പ്രായശ്ചിത്തം ചെയ്താൽ പരിഹാരം കിട്ടും.
നമ്മുടെ പ്രാശ്ചിത്തം കൊണ്ടല്ല നമുക്ക് രക്ഷ ലഭിച്ചത്, പാപമോചനം കിട്ടിയത്. ആരുടെ പ്രാശ്ചിത്ത പ്രവൃത്തിയാ? യേശുവിന്റെ ക്രൂശിലെ പ്രാശ്ചിത്ത പ്രവൃത്തിയിൽ നാം വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് പാപമോചനം, പാപപരിഹാരം ലഭിച്ചത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, ക്രൂശിൽ ചിന്തപ്പെട്ട രക്തമാണ് നമുക്ക് പാപമോചനം നൽകിയത്. 1 യോഹന്നാൻ 1-7 അതിന്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെയാ പറയുന്നത്: അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിന് പരിഹാരമായി നമുക്ക് പ്രാശ്ചിത്ത പ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ കൊണ്ട് കാര്യമില്ല. ഒരു സൽപ്രവർത്തികൾ ചെയ്താലും പാപത്തിന് പരിഹാരമാകാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അപ്രകാരമുള്ള തെറ്റായ അറിവുകൾ നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് കഴുകപ്പെടട്ടെ, നീങ്ങിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമുക്ക് ഇങ്ങനെ പറയാം: അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിച്ചു. വിശ്വസിക്കുന്ന, യേശുവിനെ കൈക്കൊള്ളുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളും യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ പ്രാശ്ചിത്തമായിട്ട് ഒരു സ്വർഗ്ഗസ്ഥനായ ചെല്ലിയാലൊന്നും പോകത്തില്ല. ഒരു മുട്ടയെ കുത്തി ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന ചെല്ലിയാലൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെയാണ് തെറ്റായ പാഴ്ചെടികൾ. ഇതൊക്കെയാണ് ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതുപോലെ നല്ല ഗോതമ്പിനിടയിൽ സാത്താൻ വന്ന് വിതയ്ക്കുന്ന കളകൾ. നമ്മൾ പലപ്പോഴും ആ വിശ്വാസത്തിലാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. അതിന്റെ പ്രയോജനം ഇല്ലാതായി പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ ചില കൂട്ടായ്മകളിൽ, സഭകളിൽ ഒക്കെ പഠിപ്പിക്കുന്നത് സൽപ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എനിക്ക് സ്വർഗത്തിൽ പോകണം, അതുകൊണ്ടാണ് ഞാൻ ഈ സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും പണ്ട് ചെറുതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടതൊക്കെ. അത് ഫോളോ ചെയ്യാൻ, ആ ചിന്തയിൽ സൽപ്രവർത്തികൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെ പോകാൻ വേണ്ടി? സ്വർഗത്തിൽ. സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ തക്കവിധമുള്ള ഒരു സൽപ്രവർത്തികളും ഒരു മനുഷ്യനും ഈ ഭൂമി ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കയ്യിലുള്ള മുഴുവനും, നമ്മൾ പലപ്പോഴും ദശാംശമൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ മുഴുവനും കൊടുത്താലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗത്തിൽ പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ഒരു സൽപ്രവർത്തികളും കാരണമാകുന്നില്ല. സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടത്? യോഹന്നാൻ സുവിശേഷം 17-3, യോഹന്നാൻ 17:3. ഹല്ലേലൂയ. വായിക്കാം. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ദൈവത്തെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അറിവുണ്ട്. യേശുവിലൂടെ പിതാവിനെ അറിയുന്നതിലൂടെ, ഹല്ലേലൂയ, വചനം പറയുന്നു നമുക്ക് നിത്യജീവനിൽ പോകാൻ പറ്റും. അപ്പൊ നമ്മള് സ്വർഗത്തിൽ പോകാൻ ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യേണ്ടതില്ല. അത് മൂഢത്തരമാണ്, മോശത്തരമാണ്. യേശുവിനെ അറിയുക, വചനം കേൾക്കുക. പലർക്കും വചനം കേൾക്കാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പോകാൻ സമയമുണ്ട്. ചിലര് പറയുന്നത് ഞങ്ങൾക്ക് ആ സമയമായിരുന്നു അവിടെ പരിപാടി, ആ പരിപാടിക്ക് വലിയ മൂല്യമില്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലത് സ്വസ്ഥമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. ആ പ്രവർത്തികൾ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എത്രയോ നല്ലതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ദൈവവചനത്തിൽ നിന്ന് സമ്പാദിക്കുന്നത്. ഹല്ലേലൂയ. അത് തന്നെ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു പാപമാണ്. ചില നല്ല പ്രവൃത്തികൾ പോലും പാപമായി മാറുന്നത് അങ്ങനെയാണ്. എന്താണ് ദൈവം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ, ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാതെ, ദൈവത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നാം പാപം ചെയ്യുന്നവരായി മാറുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിൽ വിശ്വസിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഏവനും
ഏവനും, അത് ആരായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും യഹൂദനായാലും ഏവനും നശിച്ചു പോകാതെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നശിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ലെങ്കിൽ തന്നെയാ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഞാൻ നശിക്കത്തില്ല. കാരണം ഞാൻ ആരിൽ വിശ്വസിക്കുന്നു? യേശുവിൽ. യേശുവിൽ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്താകത്തില്ല? നശിക്കത്തില്ല. ഇത് ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്തോണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ ചെവിയെ കർത്താവ് തൊടുന്നുണ്ട്. ഹല്ലേലൂയ. ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ എന്നാ പറ്റിയതാ? യേശുവിന്റെ നാമത്തിൽ ചെവിയുടെ കെട്ടുകൾ അഴിയട്ടെ. മകളുടെ ചെവിയുടെ അസ്വസ്ഥതകൾ അഴിയട്ടെ. പെയിൻ അഴിയട്ടെ. കേൾവിക്കുറവുകൾ അഴിയട്ടെ. സൗഖ്യമായി തീരട്ടെ. കർത്താവ് ഈ വചനം കേൾക്കുന്നവരുടെ കാതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കെട്ടുകളെയും യേശുവിൻ നാമത്തിൽ അഴിക്കുന്നു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ അയക്കപ്പെട്ട യേശുവിൽ ആര് വിശ്വസിക്കുന്നോ അവർ നശിച്ചു പോകാതിരിക്കുവാൻ, അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, അത്രത്തോളം നമ്മെ സ്നേഹിച്ചുകൊണ്ട് പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. 3:18 വായിച്ചേ. അപ്പൊ സ്വർഗത്തിൽ പോകാതെ ശിക്ഷ കിട്ടുന്നത് ആർക്കാണ്? 3:18. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല. വിശ്വസിക്കാത്തവനോ? എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ, ദൈവം അയച്ച ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നേരത്തെ തന്നെ മരിക്കുന്നതിന് മുമ്പ്, ചത്ത് പെട്ടിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരാണ് ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവൻ? ആരാണ് ശിക്ഷാവിധി? യേശു ലോകത്തിലേക്ക് വന്നിട്ടും അതറിഞ്ഞ് വിശ്വസിക്കാത്തവൻ, അവന് എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. അവൻ കുറെ സൽപ്രവൃത്തി ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടായേക്കാം അപ്രവൃത്തി കൊണ്ട്. ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാകുന്നില്ല, അവന്റെ ആത്മാവിന് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാ. ഒരുവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് എപ്പോഴാണ്? മരിച്ച ശേഷമല്ല, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതാ പറയുന്നത്, നേരത്തെ തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അന്തിമ ന്യായവിധിക്ക് മുമ്പ് തന്നെ, മരിക്കുന്നതിന് മുമ്പ് തന്നെ, പാതാളത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ, ജീവനോടെ നീ മലയാറ്റൂരായിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, തെറ്റായ സ്ഥലത്തായിരിക്കുമ്പോൾ തന്നെ നീ ശിക്ഷാവിധിക്ക് യോഗ്യനായി കഴിഞ്ഞു. ശിക്ഷ നിന്റെ മേൽ വിധിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ നീ മലയാറ്റൂരായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് അവന്റെ വചനം കേൾക്കുവാൻ തയ്യാറായി, അവന്റെ വചനത്തിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വാസം എന്ന ഒരൊറ്റ കാരണത്താൽ നിനക്ക് സ്വർഗം തുറന്നു തരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 6:40. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ദൈവവചന ഭാഗമാണിത്. ഏതാണ്ട് 3 വർഷക്കാലം ഒരു മാസത്തിൽ 2 തവണ വെച്ച് ഈ ഒരൊറ്റ വചനം പഠിപ്പിച്ചതാണ്. അതിന് അത്രമാത്രം ആഴമുണ്ട് ഈ വചനത്തിന്. യോഹന്നാന്റെ സുവിശേഷം 6:40 വായിക്കാം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അവൾക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അന്ത്യദിനത്തിൽ അവനെ ഞാൻ എന്ത് ചെയ്യും? ഉയർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവർക്ക് നിത്യജീവൻ. ആർക്കാ നിത്യജീവൻ? വീട് വെച്ചുകൊടുത്തവനല്ല. ഹല്ലേലൂയ. ഫുഡ് കഴിക്കാൻ കാശ് കൊടുത്തവനല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതൊക്കെ ഉണ്ട്. അതെപ്പോഴാണ് നമ്മൾ പുറകെ വരുന്ന വചനഭാഗങ്ങളിൽ നമ്മൾ കാണും. അത് രക്ഷയ്ക്ക് വേണ്ടിയല്ല. ആ മനോഭാവം നീങ്ങണം.
അത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ മനോഭാവം അഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവിനെ കാണുകയും ദൈവമയച്ച പുത്രനെ കാണുകയും അവന്റെ വചനം കേട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിന്റെ ഇഷ്ടം. അപ്പൊ സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഒരു ക്രമം വെച്ചിട്ടുണ്ട്. പിതാവിനൊരു ഹിതമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അത് ആര് പുത്രനെ കൈക്കൊണ്ട് സ്വീകരിച്ച് അവന്റെ വചനത്തിൽ നിലനിൽക്കുന്നോ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അനുസരിക്കുക എന്നുകൂടിയാണ് അർത്ഥം. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് വിശ്വസിക്കുകയും അനുസരിക്കുകയും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇതിലെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വാഗൊണ്ട് വെറുതെ വിശ്വസിക്കുന്നത്, വെറുതെ മനസ്സുകൊണ്ട് പറയുന്നതൊക്കെയാണ് വിശ്വാസം. നോ 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 നോ. ആര് വിശ്വസിക്കുന്നോ അവർക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ്, അവർക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ്, അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ പുത്രനെ കാണുക, വിശ്വസിക്കുക, അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം. എന്നിട്ട് പറയാണ് അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഉയർപ്പിക്കുന്ന ആ പറഞ്ഞിരിക്കുന്ന അവസാന നാൾ ഏതാണെന്ന് അറിയാമോ? യേശുവിന്റെ വരവിലാണ്. ഹല്ലേലൂയ. ന്യായവിധിയുടെ തൊട്ടു മുമ്പുള്ള ആ അന്ത്യദിനമല്ല. അന്ത്യദിനം എന്ന് ബൈബിളിൽ പറയുമ്പോൾ രണ്ടു തരം അന്ത്യദിനം നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് യേശുവിന്റെ വരവിൽ മരിച്ചവർ, യേശുവിൽ വിശ്വസിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതും, അതിനുശേഷം 1000 വർഷത്തെ ഈ ഭൂമിയുടെ യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ആ ഭരണകാലത്തിന് ശേഷം അന്തിമ വിധിക്കായി പാതാളത്തിലായിരിക്കുന്ന അധമന്മാരെ, പാപികളെ, യേശുവിൽ വിശ്വസിച്ച് അവന് കീഴ്പ്പെടാതിരുന്നവരെ ഉയർപ്പിക്കുന്ന നാളാണ് രണ്ടാമത്തെ അന്തിമ നാൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സൽപ്രവർത്തികൾ ഏതാണ്? അത് എഫേസ്യർ 2:10. എഫേസ്യർ 2:10 വായിക്കാം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്. അതിന്റെ അർത്ഥം എന്താണ്? തുരുത്തിൽ മേരി കുര്യൻ ദമ്പതികളിൽ നിന്ന് ജനിച്ച സൈമണെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം ദൈവം അയച്ച് ആ വചനം വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലായി മാറുകയാണ്. അതിനെയാണ് ദൈവത്തിന്റെ കരവേലയാണ് നാം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ് അതിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കണ്ടെത്തി അറിഞ്ഞ് വിശ്വസിച്ച് വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ സൃഷ്ടി കരവേല. പ്രൈസ് ദി ലോർഡ്. അവരാണ് സൽപ്രവൃത്തികൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ സൽപ്രവൃത്തികൾക്കാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്. കാരണം ആ സൽപ്രവൃത്തികൾ സൈമന്റെ സൽപ്രവൃത്തികളല്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ കരവേലയാണ്. എഫേസ്യർ 2:10 വായിക്കാം. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ. അപ്പോ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവർക്ക് ചില ചെയ്ത്തുകളുണ്ട്, പ്രവൃത്തികളുണ്ട്. അത് അവരുടെതല്ല, ദൈവം അവരിലൂടെ ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികളാണ്. ഹലോ, ഒരിക്കൽ കൂടി 10. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ, ദൈവം നേരത്തെ ഒരുക്കിയ, നാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ഒരുക്കിയ പ്രവൃത്തികളാണ് നാം ചെയ്യുന്നത്. ഇത് നമ്മളായിട്ട് ചെയ്യുന്നതല്ല. നാം വീണ്ടും ജനിക്കുന്നതിന് മുൻപ് തന്നെ, അഥവാ ഈ 1970-ലോ 74-ലോ 80-ലോ 60-ലോ 90-ലോ 2000-ലോ 2005-ലോ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിനു മുൻപേ. അപ്പൊ അത് നമ്മുടെ പ്രവൃത്തിയല്ല, അത് ദൈവം മുൻകൂട്ടി ഒരുക്കിയ പ്രവൃത്തിയാണ്. അപ്പൊ നീ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏത് മണ്ഡലത്തിലൊക്കെയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നിന്നിലൂടെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് വചനത്താൽ ദൈവം നിന്നെ സ്വന്തമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ
നിന്റെതല്ല, നിനക്കതുമായി ഒരു പുലബന്ധം പോലുമില്ല. നീ ജനിക്കുന്നതിന് മുൻപേ ഒരുക്കപ്പെട്ട പ്രവൃത്തികളാണത്. ഹല്ലേലൂയ. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി, അതാണ് സൽപ്രവൃത്തികൾ. സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, ആ പ്രവൃത്തികൾ കാണുവാൻ എന്റെ കണ്ണുകളെ തുറന്നു തരണമേ. അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആ പ്രവൃത്തികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ട ശക്തി നിനക്ക് തന്നു കഴിഞ്ഞു. അത് ചെയ്യാനുള്ള നന്മകൾ നിനക്ക് തന്നു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് നിനക്കത് തന്നത്. ആ പൊസിഷൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ സംസാരിക്കാൻ, ആ ഇടപെടാൻ, ആ പ്രേരിപ്പിക്കാൻ, അതിനുള്ളതെല്ലാം നിനക്ക് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം മുൻകൂട്ടി ഒരുക്കിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പ്രവൃത്തി ദൈവത്തിൻ്റെതാണ്. അതിനുവേണ്ടി ചെയ്യുന്ന സകല കാര്യവും ദൈവത്തിൻ്റെതാണ് എന്ന് നീ തിരിച്ചറിയണം. അതൊരിക്കലും നിന്റെതല്ല. അതിന്റെ ഉടമസ്ഥാവകാശം ഞാൻ ചെയ്തു എന്ന മട്ടിൽ നീ എടുക്കാൻ പോലും പാടില്ല. ഹല്ലേലൂയ. അത് ദൈവം ഒരുക്കിയ പ്രവൃത്തി ആയതുകൊണ്ട്, അതിലേക്കായി എന്നെ വീണ്ടും ജനിപ്പിച്ചത് കൊണ്ട്, അത് ചെയ്യാൻ വേണ്ടി ഞാൻ ആമേൻ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, ആ പ്രവൃത്തി തികച്ചും ദൈവത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ തന്നെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷേ അതുമൂലം നാലാളോട് പറഞ്ഞു, രണ്ടുപേരോട് പറഞ്ഞു, ഹല്ലേലൂയ, നമുക്ക് തന്നെ ഒരു പുകഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പാവമാണേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് ഫലം പോയത് മാത്രമല്ല, അത് പാപമാണേ. കാരണം ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം നീ സ്വയം എടുക്കുകയാണ്. തിത്തോസിന്റെ ലേഖനം 3-ാം-അധ്യായം 8, തിത്തോസ് 3:8. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ രീതിയിൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ അവർ 10 പേരെ അറിയിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പേപ്പറിൽ പരസ്യം കൊടുക്കുമ്പോൾ, അവരെടുത്തു കൊടുത്ത മുറിയുടെ മുകളിൽ ഡൊണേറ്റഡ് എന്ന് പറഞ്ഞ് അവരുടെ പേരെഴുതി വെക്കുമ്പോൾ, ആ കുടുംബ പേരെഴുതി വെക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ നന്മ പ്രവൃത്തിയല്ല ചെയ്തത്, തിന്മ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, യെശയ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കറ പുരണ്ട തുണികൾ പോലെയാണ്, വസ്ത്രങ്ങൾ പോലെയാണ്, അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ പോലെയാണ് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. തിത്തോസിന്റെ ലേഖനം 3:8, തിത്തോസ് 3:8. ഇപ്പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങൾ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചവർ, ആ പദം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആരാണ് സൽപ്രവൃത്തികളിൽ ജാഗരൂകരായിരിക്കേണ്ടത്? ദൈവത്തിൽ വിശ്വസിച്ചവർ ജാഗരൂകരായിരിക്കണം. കാരണം വിശ്വസിക്കുന്നവരെ മാത്രമേ അത് ഏൽപ്പിച്ചിട്ടുള്ളൂ. ദൈവം ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായിട്ടാണ് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയുള്ളവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവരെ പഠിപ്പിക്കുക. ജാഗരൂകരായിരിക്കണം കർത്താവിൽ വിശ്വസിച്ചവർ. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്ത പ്രവൃത്തികൾ സ്വയമേവ ചെയ്ത പ്രവൃത്തികളല്ല. യോഹന്നാന്റെ സുവിശേഷം 10:32. സൽപ്രവൃത്തികൾ ചെയ്യുവാൻ വീണ്ടും ജനിക്കപ്പെട്ട നമുക്ക്, ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് യേശു നൽകിയിരിക്കുന്ന ആ മാതൃകയൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാൻ 10:32. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ആരിൽ നിന്നുള്ള? പിതാവിൽ നിന്ന്. അപ്പൊ പിതാവിന്റെ പ്രവൃത്തിയാണ് ആര് ചെയ്യുന്നത്? യേശു. യേശു പറയുന്നത് ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നല്ല, പിതാവ് കാണിച്ച. അപ്പൊ പിതാവിൽ നിന്ന് യേശു
കണ്ട കാര്യങ്ങളാണ് ഭൂമി ചെയ്യുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവർത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. അടുത്തത്, ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? അപ്പൊ നിങ്ങൾ എന്നെ ഹല്ലേലൂയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആ പ്രവൃത്തി മൂലം ദുഷിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, എന്റെ പ്രവൃത്തി കണ്ടിട്ടല്ല, ആരുടെ പ്രവൃത്തി കണ്ടിട്ടാ? പിതാവിന്റെ പ്രവൃത്തി കണ്ടിട്ടാ. അപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി, നമ്മളെ യേശു കാണിച്ചു തന്ന പ്രവൃത്തി, യേശു ഒരുക്കിയ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോ കൈയടിച്ചാലും, കല്ലെറിഞ്ഞാലും, ദുഷിച്ചു പറഞ്ഞാലും ഒരേ മനോഭാവമാണ് നമുക്ക്. കാരണം ആ ദുഷിപ്പ് പോകുന്നത് നമ്മിലേക്കല്ല, അത് സ്വർഗത്തിലേക്കാണ്. അത് ആ പ്രവൃത്തിയെ ഒരുക്കിയവനിലേക്കാണ്. ഇത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്തപ്പോൾ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ, കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എനിക്ക് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരിക്കൽ കൂടി 32. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? ഇതിലെ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ അത് സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ പ്രവൃത്തികളാണ്. അതിന് കല്ലേറ് കിട്ടിയാലും മഹത്വം കിട്ടിയാലും അത് നമുക്കല്ല, അത് ആർക്കാ? ദൈവത്തിനാ. ചിലര് മഹത്വം കിട്ടിയാൽ അവര് പോക്കറ്റിലെടുത്ത് വയ്ക്കും, കല്ലേറ് കിട്ടിയാൽ അവര് വിലപിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. ആരെയാ മഹത്വപ്പെടുത്തേണ്ടത്? നിങ്ങളിലൂടെ നടപ്പാകുന്ന സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ദൈവം ഒരുക്കിയ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ അവർ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആ സൽപ്രവൃത്തികളാകുന്ന സ്വർഗീയ വെളിച്ചം, അത് നമ്മുടെ സൽപ്രവൃത്തികൾ പോലും ഇരുളിനെ അകറ്റുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ സൽപ്രവൃത്തികൾ അടഞ്ഞുകിടക്കുന്ന ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ്. നമ്മുടെ സൽപ്രവൃത്തികൾ ചില ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്നതാണ്. നമ്മുടെ സൽപ്രവൃത്തികൾ സമാധാനം നഷ്ടപ്പെട്ട ചിലർക്ക് സമാധാനം കൊടുക്കുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം അസമാധാനത്തിന്റെ ഇരുളുകളെ ആ പ്രവൃത്തികൾ നീക്കം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഓരോ സൽപ്രവൃത്തികൾക്കും ദൈവം നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളുക, അതിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തി വെളിപ്പെടുന്നുണ്ട്, ഇരുളുകൾ അഴിയുന്നുണ്ട്. ആ സൽപ്രവൃത്തികളിലൂടെ പിശാചിന്റെ കോട്ടകൾ തകരുന്നുണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ ചില ജീവിതങ്ങൾക്ക് നിങ്ങൾ ചില സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരെ വളയം ചെയ്തു വെച്ചിരിക്കുന്ന ബെൽറ്റ് അഴിക്കുകയാണ് ആ പ്രവൃത്തിയിലൂടെ. ഹല്ലേലൂയ. അവരുടെ മുന്നിലുള്ള ആ കാരിരുമ്പ് തകരുകയാണ്, ആ കാരാഗ്രഹം പൊട്ടുകയാണ്. ഹല്ലേലൂയ. ആ മരണത്തിന്റെ പ്രൈസ് ലോർഡ് വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പിതാവിനെ അവർ മഹത്വപ്പെടുത്തുകയാണ്. അവർ നമുക്ക് താങ്ക് യു പറയുമ്പോൾ ആ മഹത്വം ഡയറക്റ്റ് പിതാവിലേക്ക് പോകുന്നു. ആ താങ്ക് യു നമ്മളായിട്ട് കയ്യിലെടുത്ത് പോക്കറ്റ് വെക്കരുത്. പ്രൈസ് ലോർഡ്. 1 പത്രോസ് 2:12. ചിലര് ഇവിടെ വെച്ച് താങ്ക് യു ഒന്നും പറയാത്ത വിഷമം നമുക്കുണ്ടായേക്കാം. അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഞാൻ അത്രയും ഉപകാരമൊക്കെ ചെയ്തതാണ്, പക്ഷെ ഒരു നന്ദി പോലും കാണിച്ചില്ല. നിങ്ങൾ ചിലര് പറഞ്ഞിട്ടുണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു നന്ദി പോലും എന്നോട്
പറഞ്ഞില്ലല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. വിജാതീയരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. ജാതികളുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ എന്ത് കണ്ടിട്ട്? നല്ല പ്രവർത്തികൾ. ഇവിടെ നല്ല പ്രവർത്തികളൊക്കെ അവര് കണ്ടു, പക്ഷെ അവര് കൈയൊന്നും അടിച്ചില്ല, നിങ്ങളെ ഉപദ്രവിച്ചു, തള്ളിക്കളഞ്ഞു. പക്ഷേ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് സ്തുതിക്കാത്തവർ എന്നും സ്തുതിക്കും. പ്രത്യാഗമന ദിവസം സ്തുതിച്ചോളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ കേട്ടോ. ഇന്ന് നിങ്ങൾ ചെയ്ത സൽപ്രവർത്തികൾ കണ്ടിട്ട് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക. കാരണം ഇന്ന് പറഞ്ഞില്ലെങ്കിൽ അവര് നാളെ പറയും. അവരത് പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. അവരെ കൊണ്ടത് പറയിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8. യോഹന്നാൻ 15:8. അപ്പോ ഞാൻ എന്റെ അനുജന് വേണ്ടി അത് ചെയ്തു, എന്റെ പെങ്ങക്ക് വേണ്ടി അത് ചെയ്തു. ഹല്ലേലൂയ. അവരെന്നോട് അങ്ങനെ ചെയ്തു. ഞാൻ മൂത്ത മകനായിരുന്നു, എന്റെ വീടിന് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ നിലവിളിക്കാറുണ്ട്, ഇന്ന് എനിക്കൊരു വിലയില്ല, ഒരു കൂലിയില്ല. നീ കർത്താവിൽ അല്ലെങ്കിൽ ഒരു വിലയും കൂലിയും കിട്ടാൻ സാധ്യതയില്ല. കർത്താവിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യാഗമന ദിവസം അവരെ സ്തുതിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 15:8. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മള് ധാരാളം ഫലം പുറപ്പെടുവിക്കുക, ദൈവഹിതപ്രകാരം ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നല്ല ശിഷ്യന്മാരാവുകയും പിതാവിന് മഹത്വം കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ ദൈവം നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് വഴി നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ മരണം പോലും അപ്രകാരം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. മാത്രമല്ല, നമ്മുടെ ജീവിതം ദൈവത്തിനു മഹത്വ കാരണമാകാൻ വേണ്ടി ആയിരുന്നു യേശുവിന്റെ മരണം. തീത്തോസ് 2:14. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി തീഷ്ണതയുള്ള ഒരു കൂട്ടത്തെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. യേശു കാൽവരിയിൽ നമുക്കായി യാഗമായി. എന്തിനൊക്കെയാണ്? എല്ലാ തിന്മകളിൽ നിന്നും നാം മോചിപ്പിക്കപ്പെടണം. മാത്രമല്ല, നാം സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരാകണം. ഹലോ, നമ്മുടെ സ്വന്തം കാര്യം ചെയ്യുന്നതിലല്ല, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ നമുക്ക് എന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മെ വേർതിരിക്കാൻ, അതിനുവേണ്ടി നമ്മളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ യേശു കാൽവരി ക്രൂശിൽ യാഗമായി. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ മരണത്തെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ് നമ്മെ ശുദ്ധീകരിക്കാതിരിക്കുക, തിന്മകളിൽ നിന്ന് മോചനം പ്രാപിക്കാതിരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിനെതിരായ പ്രവൃത്തിയാണത്. അപ്പൊ നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ കൂട്ടാക്കാത്തത് പാപകരമായൊരു പ്രവൃത്തിയാണ്. യേശുവിന്റെ ക്രൂശിലെ യാഗം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാതിരിക്കുക, നിഷ്ക്രിയത്വം കാണിക്കുക, ആ ഉദ്ദേശത്തോട് അവഗണിക്കുക, അതാണ് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ തന്നെ ഈ ലോക അശുദ്ധിയിൽ നിന്ന്, പാപ വ്യാപാരങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ യാഗം നടന്നു എന്ന ആ ബോധ്യത്തിൽ അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ ചെയ്യേണ്ട നന്മയ്ക്ക് വിപരീതമായി നമ്മൾ പാപം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ സൽപ്രവർത്തികൾ എന്റേതല്ല, ഇത് ദൈവം മുന്നൊരുക്കിയിട്ട് എന്നെ വീണ്ടും ജനിപ്പിച്ചു, അത് ചെയ്യാൻ എന്നെ വിളിച്ചു എന്ന അറിവോടെ അതിനായി
തീഷ്ണതയോടെ സമർപ്പിക്കപ്പെടാതിരുന്നാൽ ആ യാഗത്തെ നാം വ്യർത്ഥമാക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശുവേ, അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. അങ്ങനെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ യാഗം എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണല്ലോ. നന്മ പ്രവൃത്തികൾക്കായി, സൽപ്രവൃത്തികൾക്കായി തീഷ്ണതയുള്ളവനാകുവാനാണല്ലോ. അത് ഞാൻ അറിയുന്നു. അത് എന്റെ പ്രവൃത്തികളല്ല, അത് അങ്ങ് ഒരുക്കിയ പ്രവൃത്തികളാണ്. അത് അങ്ങേക്ക് മഹത്വം നൽകാനുള്ള പ്രവൃത്തികളാണ്. വീണ്ടും ജനിക്കപ്പെട്ടവന്റെ സൽപ്രവൃത്തികൾ ദൈവമൊരുക്കിയ പ്രവൃത്തികളാണെന്ന് ഞാൻ അറിയുന്നു. അതിലേക്ക് എന്നെ വിളിച്ചതിനായി നന്ദി പറയുന്നു. എന്റെ കർത്താവെ, സ്വാർത്ഥതയെ അഴിക്കണമേ, എന്റെ ഞാൻ ഭാവത്തെ അഴിക്കണമേ. എന്റെ മേൽ അവിടുത്തെ കൃപ സമൃദ്ധമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന.